ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ വാക്കുകളെ കുറിച്ചിട്ടാണ്. ഇസ്, ആം, ആർ. എനിക്കറിയാം നിങ്ങൾ പലയിടത്തും ഇത് കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ബുക്സിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ ഇസ്, ആർ, ആം ഇങ്ങനെ ചറ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ മുഴുവനും കാണുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലിയർ ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇസ്, ആം, ആർ എന്നീ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ നമ്മൾ ഞാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ കഴിക്കുകയാണ്, എൻ്റെ പേര് രേവതി എന്നാണ്, ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന് പകരമാണ് നമ്മൾ ഇസ്, ആം, ആർ എന്നീ വാക്കുകൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ മലയാളത്തിൽ ആണ് എന്ന് പറയുന്നതിന് പകരം ഇംഗ്ലീഷിൽ ഇസ്, ആം, ആർ എന്നീ വാക്കുകൾ യൂസ് ചെയ്യുന്നു. ഇനി എവിടെയാണ് ഇസ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് ആം യൂസ് ചെയ്യുന്നത്, എവിടെയാണ് ആർ യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈസ് എന്ന വാക്കിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഈസ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഒരാളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോഴാണ്. ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഈസ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് എൻ്റെ പേര് രേവതി എന്നാണ്. എൻ്റെ പേര് രേവതി എന്നാണ്. അപ്പോൾ ഇവിടെ എൻ്റെ പേര് എന്ന് പറയുന്നത് കൊണ്ടാണ് ഒരാളുടെ കാര്യമാണ് അല്ലേ. അപ്പോൾ എൻ്റെ പേര് രേവതി എന്നാണ്. മൈ നെയിം ഈസ് രേവതി. അപ്പോൾ ഇവിടെ എൻ്റെ പേര് രേവതി ആണ് എന്നുള്ളതിന് പകരം, ആ ആണ് എന്നുള്ളതിന് പകരം ഞാൻ എന്ത് യൂസ് ചെയ്തു? ഇസ് യൂസ് ചെയ്തു. മൈ നെയിം ഈസ് രേവതി. ഓക്കെ. അപ്പം മലയാളത്തിൽ നമ്മൾ ആണ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇസ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഒരു വസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചോ സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അവൻ എൻ്റെ സഹോദരനാണ്. അവൻ എൻ്റെ സഹോദരനാണ്. നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ അവൻ എൻ്റെ സഹോദരനാണ്. അവൻ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരൻ ആണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇസ് യൂസ് ചെയ്യും. ഹി ഈസ് മൈ ബ്രദർ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ എൻ്റെ സഹോദരനാണ്, ആണ് അവസാനമാണ് വരുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, നമ്മൾ സെക്കൻഡ് ആയിട്ടാണ് പറയുന്നത്. ഹി ഈസ് മൈ ബ്രദർ. അപ്പോൾ ഉടനെ തന്നെ ആദ്യം തന്നെ നമ്മൾ ഇസ് യൂസ് ചെയ്യും, അവസാനം യൂസ് ചെയ്യരുത്. ആ ഒരു കൺഫ്യൂഷൻ വരരുത്. അവൻ എൻ്റെ സഹോദരനാണ്, ഹി ഈസ് മൈ ബ്രദർ. ഇനി അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, രാഹുൽ ഭക്ഷണം കഴിക്കുകയാണ്. രാഹുൽ ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? രാഹുലിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ രാഹുൽ ഭക്ഷണം കഴിക്കുകയാണെന്ന് എങ്ങനെ പറയും? രാഹുൽ ഈസ് ഈറ്റിംഗ് ഫുഡ്. അപ്പം നമ്മളിവിടെ ഭക്ഷണം കഴിക്കുകയാണ്, കഴിക്കുകയാണ് എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ ഈസ് ഈറ്റിംഗ് എന്ന് പറയുന്നത്. കഴിക്കുകയാണ്, ഈസ് ഈറ്റിംഗ്. അപ്പോൾ രാഹുൽ ഭക്ഷണം കഴിക്കുകയാണ്, രാഹുൽ ഈസ് ഈറ്റിംഗ് ഫുഡ്. അല്ലെങ്കിൽ രാഹുൽ ഈസ് ഹാവിങ് ഫുഡ്. ഈറ്റിന് പകരം നമുക്ക് ഹാവ് എന്നുള്ള വാക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. അവൾ വീട്ടിലോട്ട് പോവുകയാണ്. അവൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ അവൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഷീ എന്നാണ് പറയുക. വീടെന്ന് പറയുമ്പോൾ ഹോം. പോവുക എന്നുള്ളതിന് പകരം ഗോ യൂസ് ചെയ്യാം. അപ്പം അവൾ വീട്ടിലോട്ട് പോവുകയാണ്. പോവുകയാണ് എന്ന് പറയുന്നതിന് പകരം ഇംഗ്ലീഷിൽ നമ്മൾ ഇസ് ഗോയിങ് എന്നാണ് പറയുക. പോവുകയാണ് എന്നുള്ളത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇസ് ഗോയിങ് എന്നാവും. അപ്പോൾ അവൾ വീട്ടിലോട്ട് പോവുകയാണ്, ഷീ ഈസ് ഗോയിങ് ഹോം എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇസ് എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തിലാണ് എന്ന് പറയുന്നതിന് പകരമാണ് ഇസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഇസ് എന്ന വാക്ക് യൂസ് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആം എന്ന വാക്കിനെ പറ്റിയിട്ടാണ്. ആം ഒരു പ്രത്യേക വാക്കാണ്. നമ്മളത് വേറെ ഒന്നിൻ്റെ കൂടെ യൂസ് ചെയ്യില്ല, ഒരേ ഒരു വാക്കിൻ്റെ കൂടെ യൂസ് ചെയ്യുള്ളൂ, ഐ. ഇപ്പം എൻ്റെ പേര് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഐ വരില്ലേ മിസ്സേ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ അവിടെ എൻ്റെ പേരെന്ന് പറയുമ്പോൾ ഐ അല്ല, മൈ ആണ് വരുന്നത്. മൈ നെയിം എന്നാണ് വരുന്നത്. ഐ എന്ന വാക്ക് വരുന്ന കേസുകളിൽ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ? ആം യൂസ് ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ രേവതിയാണ് എന്ന് പറയുമ്പോഴാണ് ഐ ആം രേവതി എന്ന് പറയുന്നത്. ഞാൻ ആണ്, ഐ ആം എന്നുള്ള യൂസേജ് വരുള്ളൂ. ഞാൻ രേവതിയാണ്, ഐ ആം രേവതി. ഇനി ഞാനൊരു ടീച്ചറാണ്. ഞാനൊരു ടീച്ചറാണ്. അപ്പം നമ്മൾ മലയാളത്തിൽ ഞാനൊരു ടീച്ചറാണ്, ആണ് അവസാനമാണ് വരുന്നതെങ്കിലും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ഞാനാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഞാനാണ്. അപ്പോൾ എങ്ങനെ പറയും? ഐ ആം എ ടീച്ചർ എന്ന് പറയും. ഐ ആം എ ടീച്ചർ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ അവസാനം വന്നിരിക്കുന്ന ആണ് എന്നുള്ള വാക്കിന് പകരമാണ് നമ്മൾ ആം യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനാണ്, ഐ ആം. അതെപ്പോഴും ശ്രദ്ധിക്കുക. ആം നമുക്ക് വേറെ ഒരു വാക്കിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഒൺലി ഫോർ ഐ. ഐ എന്ന വാക്കിൻ്റെ കൂടെ മാത്രമേ നമുക്ക് ആം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. ഞാൻ വായിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ ആം റീഡിങ് എന്നുള്ള വാക്ക് വരിക. ഞാൻ വായിക്കുകയാണ്, ഐ ആം റീഡിങ്. ഇനി എന്താണ് വായിക്കുന്നത്? ഒരു പുസ്തകമാണ് വായിക്കുന്നത്. ഐ ആം റീഡിങ് എ ബുക്ക്. ഞാനൊരു പുസ്തകം വായിക്കുകയാണ്, ഐ ആം റീഡിങ് എ ബുക്ക്. ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഞാൻ പഠിക്കുകയാണ്.
ഞാൻ പഠിക്കുകയാണ്. ഇതെങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഇംഗ്ലീഷിൽ? ഞാൻ പഠിക്കുകയാണ്, ഐ ആം സ്റ്റഡിങ് അല്ലെങ്കിൽ ഐ ആം ലേണിംഗ്. ഓക്കെ, ഞാൻ പഠിക്കുകയാണ്, ഐ ആം സ്റ്റഡിങ് അല്ലെങ്കിൽ ഐ ആം ലേണിംഗ്. അപ്പോൾ ഞാൻ ചെയ്യുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഐ ആം എന്നുള്ള കോമ്പിനേഷൻ വരുന്നത്. ഞാനാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ഐ ആം എന്ന കോമ്പിനേഷനാണ് വരുന്നത്. ഇപ്പോഴും ശ്രദ്ധിക്കുക, ആം എന്നുള്ള വാക്ക് നമ്മൾ ആൺ എന്നുള്ള വാക്കിന് പകരമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഐ എന്ന വേർഡിൻ്റെ കൂടെ മാത്രം, ഹി ഷീ അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിയുടെ പേര് അതിൻ്റെ കൂടെ ഒന്നും നമ്മൾ ആം യൂസ് ചെയ്യില്ല, ഒൺലി വിത്ത് ദ വേർഡ് ഐ. ഇനി നമുക്ക് ലാസ്റ്റ് ആർ എന്ന വാക്കിൻ്റെ യൂസേജ് നോക്കാം. ആർ എന്ന വാക്കും ആണ് എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ കാര്യങ്ങളോ വസ്തുക്കളുടെ കാര്യങ്ങളോ പറയുമ്പോൾ മാത്രമേ നമ്മൾ ആർ യൂസ് ചെയ്യുള്ളൂ ആണെന്നുള്ള വാക്കിന് പകരം. ഉദാഹരണത്തിന്, അവരെൻ്റെ കൂട്ടുകാരാണ്, അവരെൻ്റെ കൂട്ടുകാരാണ്. അപ്പൊ അവരാണ്, അവരെന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ദേ അല്ലെ. അവരാണ് എന്നാണ് എങ്ങനെ പറയും? അവരാണ്, ദേ ആർ എന്ന് പറയും. ഓക്കെ, അവരാണ്, ദേ ആർ. അവരെന്താണ്? എൻ്റെ കൂട്ടുകാർ അല്ലെ. അപ്പൊ ദേ ആർ മൈ ഫ്രണ്ട്സ്, ദേ ആർ മൈ ഫ്രണ്ട്സ്. അവരെൻ്റെ കൂട്ടുകാരാണ്, ദേ ആർ മൈ ഫ്രണ്ട്സ്. അപ്പോൾ അവരാണ്, ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ കൂടെ നമ്മൾ ആണ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുമ്പോൾ അവിടെ ആർ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ വരേണ്ടത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഞങ്ങൾ ഓഫീസിലാണ്, ഞങ്ങൾ ഓഫീസിലാണ്. ഞങ്ങളാണ് എന്നെങ്ങനെ പറയും? ഞങ്ങളാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് നമ്മൾ വി എന്ന് പറയും. ഞങ്ങളാണ്, വി ആർ. അപ്പം ഞങ്ങൾ എവിടെയാണ്? ഓഫീസിലാണ്. സോ വി ആർ അറ്റ് ദി ഓഫീസ്. ഞങ്ങൾ ഓഫീസിലാണ്, വി ആർ അറ്റ് ദി ഓഫീസ്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ സുഹൃത്തുക്കൾ വീട്ടിലേക്ക് പോവുകയാണ്, എൻ്റെ സുഹൃത്തുക്കൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ പോവുകയാണ് എന്നാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതെങ്ങനെ എഴുതാൻ പറ്റും? എൻ്റെ സുഹൃത്തുക്കൾ പോവുകയാണ്. മൈ ഫ്രണ്ട്സ്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, പോവുക ഗോ അല്ലേ. മൈ ഫ്രണ്ട്സ് ആർ ഗോയിങ് എന്ന് വരും, ആർ ഗോയിങ് എന്ന് വരും. കാരണം എൻ്റെ സുഹൃത്തുക്കൾ പോവുകയാണ്, ആ ആണ് എന്നുള്ളതിന് പകരമാണ് നമ്മൾ ആർ യൂസ് ചെയ്തിരിക്കുന്നത്. മൈ ഫ്രണ്ട്സ് ആർ ഗോയിങ്, എവിടേക്ക് പോവുകയാണ്? വീട്ടിലേക്ക് പോവുകയാണ്. മൈ ഫ്രണ്ട്സ് ആർ ഗോയിങ് ഹോം. അവസാനം ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. അവർ ഭക്ഷണം പാകം ചെയ്യുകയാണ്, അവർ ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? അവർ പാകം ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർ ഭക്ഷണം പാകം ചെയ്യുകയാണെന്ന് എങ്ങനെ പറയാം? അവരെന്ന് പറയുമ്പോൾ എന്താ? ദേ. ഇനി അവർ പാകം ചെയ്യുകയാണ്, ദേ ആർ കുക്കിംഗ്, ദേ ആർ കുക്കിംഗ്. ഓക്കെ, ചെയ്യുകയാണ്, ആ ചെയ്യുകയാണ് എന്ന് പറയുന്നതിന് പകരമാണ് ആർ കുക്കിംഗ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ അവർ പാചകം ചെയ്യുകയാണ്, ദേ ആർ കുക്കിംഗ്. എന്താണ് അവർ പാചകം ചെയ്യുന്നത്? ഭക്ഷണം. സോ ദേ ആർ കുക്കിംഗ് ഫുഡ്. അപ്പം ഈസ്, ആം, ആർ എന്നീ വാക്കുകൾ നമ്മൾ എന്തിനു പകരമാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്? മലയാളത്തിലെ ആണ് എന്ന് പറയുന്ന ചെറിയ വാക്കിന് പകരമാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഈ വാക്കുകൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇസ് എന്ന് പറയുന്നത് ഒരു ആളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചോ പറയുമ്പോൾ നമ്മൾ ഇസ് യൂസ് ചെയ്യും. ഐ എന്ന വാക്കിന്റെ കൂടെ മാത്രം നമ്മൾ ആം യൂസ് ചെയ്യും. ഞാനാണ്, ഐ ആം. ഇനി ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ കാര്യമോ വസ്തുക്കളുടെ കാര്യമോ പറയുന്ന സമയത്ത് നമ്മൾ ആർ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം, ഇതാണ് യൂസേജ്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് ഇംഗ്ലീഷ് മിത്രയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തതിന് ശേഷം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നതെന്നും നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും തുറന്ന് ഞങ്ങളുടെ കൗൺസിലറിനോട് പറയാം. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ ഗ്രേറ്റ് ഡേ. English Mithra. Stop worrying, start learning.